ഒരു കണ്ണൂർക്കാരനായിട്ട് ഇന്നേ വരെ ഞാൻ ഈ സ്ഥലത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ചെങ്ങായിമാരെയും കൂട്ടി പോകുന്നത്. യാത്ര അയക്കാൻ വേണ്ടി ഷാബി വന്നു. അങ്ങനെ അവനെ നമ്മൾ ഉപേക്ഷിച്ച് നേരെ വണ്ടി എടുത്തു ഗൈസ്. പിന്നെ കുറച്ച് അടിച്ചു പൊളി. പിന്നെ ഇപ്പോൾ രാത്രി എത്തുമ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി കയറ്റിയത്. ഏകദേശം ഒരു 3000 രൂപ എണ്ണ നമ്മൾ അടിച്ചത്. പണിയെടുക്കാണ്ട് ഫോണിൽ ആരോടോ സുള്ളുന്നു പമ്പിലെ തൊഴിലാളി. അപ്പോൾ ഏകദേശം എണ്ണ അടിച്ച് തീരാനായി. ഏകദേശം 3000 സംതിങ് നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഉറങ്ങി. നല്ല ഉറക്കം വന്നിട്ടുണ്ടായിനി. കുറച്ച് സമയം ഉറങ്ങി. പിന്നെ ഇരുട്ടെത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി തട്ടടി കയറി. എല്ലാവരും ഓരോ ചായ പറഞ്ഞു. ഞാനൊരു ലൈം ടീ പറഞ്ഞു. പിന്നെ ലൈം ടീയും കുടിച്ചിട്ട് നേരെ വിട്ടു വണ്ടിയിലേക്ക്. അപ്പോൾ എല്ലാവരും ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഏകദേശം കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തെത്തിയപ്പോൾ സ്ഥലം എവിടെ വെച്ചാൽ നമ്മളെ കൊട്ടിയൂരാണ്. അപ്പോൾ ഏകദേശം 4 മണിക്കാണ് നമ്മൾ എത്തിയത്. അവിടുന്ന് വേഗം ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നേരെ കുളിക്കാൻ വേണ്ടി പോയി. തണുത്ത വെള്ളത്തിൽ കുളിക്കണം. മുങ്ങേണ്ട വെള്ളമൊന്നും ഇല്ല അവിടെ. എന്നാലും നമ്മൾ കുളിച്ചിട്ട് നേരെ കൊട്ടിയൂരേക്ക്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ലെങ്കിലും കേട്ടറിവൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു 1.5 ക്യൂ നിൽക്കലായിപ്പോയി. മടുപ്പ് തോന്നിയ ക്യൂ ആയിരുന്നു അത്. ഏകദേശം 2-2.5 3 മണിക്കൂറിനടുത്ത് തന്നെ ഏകദേശം ആയിനി നമ്മളതിൻ്റെ ഉള്ളിലെത്താൻ വേണ്ടി. അതുവരെ ക്യൂ ആയിരുന്നു ഇവിടെ. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. കാലൊക്കെ കടഞ്ഞിട്ട് നിന്ന് അവസാനം എങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി ഗൈസ്. ഇതാണ് കൊട്ടിയൂര് എന്ന മഹാക്ഷേത്രം. നമ്മുടെ ഭാഷ പറഞ്ഞ അമ്പലം. ഇത് കണ്ണൂർ തന്നെയോ എനിക്ക് സ്ഥലം മാറിപ്പോയതാണെന്നും അറിയില്ല. ഫുള്ള് കർണാടകക്കാരാ. ഏനു ചെപ്പണ്ടി ഏമണ്ടി എന്നൊക്കെ പറയുന്നുണ്ടായിന്. എനിക്കൊന്നും മനസ്സിലായതുകൊണ്ട് അമ്മ പിന്നെ നടന്ന്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. ശിവൻ്റെ, അതായത് സതീദേവി മറ്റേ തീരി വീണ് എന്താ സംഭവമില്ലേ അത് മരിക്കുന്നത്. പിന്നെ അവിടുന്ന് ഒരു കറിയില്ലാത്തൊരു പൊറോട്ടയും തിന്നിട്ട് പിന്നെ നേരെ പഴശ്ശി ഡാമിലേക്കാണ് പോയത്. പഴശ്ശി ഡാമിൽ കാണാനായിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് പോകുന്നതാണെങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് മെല്ലെ സൈഡാവാന്ന് വിചാരിച്ച് പിന്നെ വേഗം അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് നമ്മൾ വല്ലാതെ വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.